ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ചുചേച്ചി സച്ചേട്ടനോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. അയ്യോ, എന്തൊരു ബഹളായിരുന്നു എന്നറിയോ? ബഹളം കേട്ട് ഞങ്ങൾ എല്ലാരും ഓടിച്ചെന്നു. അമ്മ ഏട്ടനെയും കൂട്ടി എത്രയും പെട്ടെന്ന് വരണം. അനുബേട്ട, എന്താ ഒരു വിഷമം? എന്റെ എല്ലാ വിഷമവും നീ പരിഹരിച്ചു തരുമോ? എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എനിക്കാകെ അങ്ങ് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അവിടെ കമ്പനിയിലെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. ഇന്നിപ്പോ എന്താ ഉണ്ടായേ? കമ്പനിയുടെ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ചെയ്തു. അപ്പൊ കമ്പനി അവളെ പിടിച്ചെടുക്കുന്ന ഉറപ്പായി അല്ലേ? ആ, അതിനുവേണ്ടിയാണല്ലോ അവളിതെല്ലാം ചെയ്യുന്നത്. എല്ലാം കൂടി ഓർത്തിട്ട് എനിക്കങ്ങ് അനുബേട്ടൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. വരുന്നത് പോലെ വരട്ടെ. എന്ത് വന്നാലും നേരിട്ടല്ലേ പറ്റൂ, അല്ലാതെ മരിക്കാനൊന്നും പറ്റില്ലല്ലോ. ജോലി പോകുന്നെങ്കിൽ പോട്ടെ അനുബേട്ടാ. നമുക്ക് എന്തേലും ഒരു ബിസിനസ് തുടങ്ങാം. അതിന് പണം വേണ്ടേ? എനിക്ക് ഷെയർ കിട്ടാനുള്ള പണം ഉടനെ കിട്ടുമല്ലോ. നമുക്കത് വെച്ച് എന്തേലും ചെയ്യാം. അനുബേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ഞാനില്ലേ കൂടെ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? എന്താ മോളെ? അമ്മേ അനുപേട്ടനും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം. എന്താടി? സന്ദീപ് നീയും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രോബ്ലം ഇല്ല. പ്രശ്നം സച്ചേട്ടനും അച്ചുചേച്ചിയും തമ്മിലാ. അവര് തമ്മിൽ എന്താ പ്രശ്നം? എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നവളല്ലേ അർച്ചന? അമ്മേ, ഇത് അങ്ങനെയൊന്നും അല്ല അമ്മേ. കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നത് മുതൽ അവർക്കിടയിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അവര് തമ്മിൽ സ്വരച്ചേർച്ചയിലല്ല. ഇവിടെ വലിയ വഴക്കുണ്ടായി. വഴക്കോ? കാര്യം എന്താണെന്നൊന്നും നീ അവളോട് ചോദിച്ചില്ലേ? സേതുവേട്ടനെങ്കിലും അത് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അതൊന്നും ചോദിക്കാൻ പറ്റിയില്ല അമ്മേ. അതിനു മുൻപേ എല്ലാവരുടെ മുന്നിൽ ചേച്ചി വാതിലടച്ചു. അത് മാത്രമല്ല, വേറെ ഉണ്ട് പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നം? ആശുപത്രിയിൽ വെച്ച സച്ചേട്ടനെ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ കണ്ടു എന്ന് പറഞ്ഞ അച്ചുചേച്ചി ഇവിടെ ബഹളം ഉണ്ടാക്കിയത്. ഈശ്വര, പെണ്ണിന്റെ കൂടെയോ? അവൾ എന്തൊക്കെ അനാവശ്യമാണ് ഈ പറയുന്നത്? സച്ചി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഏയ്, അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അത് നിന്റെ ചേച്ചിക്ക് വെറുതെ തോന്നിയതായിരിക്കും. അങ്ങനെ തന്നെയാ ഞാനും വിശ്വസിച്ചിരുന്നത്. ആരെക്കുറിച്ചും അങ്ങനെ ഒരു നുണയും പറയുന്ന ആളല്ലല്ലോ അച്ചുചേച്ചി, പ്രത്യേകിച്ച് സച്ചിയേട്ടനെ കുറിച്ച്. അവൻ അങ്ങനെ ആരുടെ പിന്നാലെ ഒന്നും പോത്തൊന്നുമില്ല. അവളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ. എടി കുഞ്ഞെ, വെറുതെ ഇങ്ങനെ സംസാരിച്ച് വഷളാക്കിയാലേ പിന്നെ ജീവിതം കയ്യിന്ന് പോകത്തേ ഉള്ളൂ. അച്ചുചേച്ചി സച്ചേട്ടനോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. അയ്യോ, എന്തൊരു ബഹളായിരുന്നു എന്നറിയോ? ബഹളം കേട്ട് ഞങ്ങൾ എല്ലാരും ഓടിച്ചെന്നു. അമ്മ ഏട്ടനെയും കൂട്ടി എത്രയും പെട്ടെന്ന് വരണം. എന്റെ ദൈവമേ, എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിന്റെ ജീവിതം തട്ടിപ്പറിച്ച് കളയരുതേ. മോനെ അനൂപേ,
ഇത് ഇപ്പൊ കഴിക്കേണ്ട മരുന്നല്ലല്ലോ മോളെ. മോൾക്ക് തെറ്റിപ്പോയതാണോ? അയ്യോ, മാറിപ്പോയതാ. രാജ, മോൾക്ക് എന്തു പറ്റി? മോളുടെ മനസ്സിൽ എന്തോ വലിയ വിഷമമുണ്ട്. എന്തായാലും അച്ഛനോട് പറ. അച്ഛൻ അതിന് പരിഹാരം ഉണ്ടാക്കാം. മോള് കരയാണോ? നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതിന്റെ സങ്കടമാണോ മോൾക്ക്? ഞങ്ങൾക്കൊക്കെ ധൈര്യം തന്നത് മോളല്ലേ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു തരാമെന്നും മോൾ ഉറപ്പു പറഞ്ഞതല്ലേ. ഏതു കൊടുങ്കാറ്റിൽ ആടി ഒലയുമ്പോഴും ഈ കുടുംബം തകരാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന നെടുംതൂണ് മോളാ. നിന്റെ മുഖത്തെ ചിരി മാഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അത് വലിയ സങ്കടമാവും. ഇത് വാടക വീടാ. ഇതുമായി പൊരുത്തപ്പെടാൻ നമുക്കെല്ലാവർക്കും സമയം വേണം. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു വാടക വീട്ടിലേക്ക് മാറേണ്ടി വരുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതും സംഭവിച്ചു. ഈ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. അച്ഛൻ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കെ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം.